ഹായ് ഓൾ. അപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിന് കുറച്ച് ദിവസമായി പുറത്തിറങ്ങിയിട്ട് തന്നെയും അപ്പം വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഇപ്രാവശ്യത്തെ യാത്ര സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ എപ്പോൾ ട്രിപ്പ് പോകാൻ കേരളത്തിലെ ഒരു കുടുംബം എപ്പം ട്രിപ്പ് പോയാൽ വേണ്ടി തീരുമാനിച്ചാലും മനസ്സിലേക്ക് ആദ്യം വരുന്ന സ്ഥലം അതെ മൂന്നാറിലോട്ടാണ് നമ്മുടെ യാത്ര. ഏറ്റവും നല്ല റോഡുള്ള ഒരു ഗഡ് സെക്ഷനും കൂടിയാണ് നമ്മുടെ മൂന്നാർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഗഡ് സെക്ഷനുള്ള റോഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാപ്പ് റോഡൊക്കെ അത്രയും നല്ല വീതിയും നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ റോഡാണ്. പക്ഷേ തിരക്കുള്ളതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. പക്ഷേ താരതമ്യേന നമുക്ക് അത്രയും നല്ല കംഫർട്ടായിട്ടുള്ളൊരു റോഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അപ്പം മൂന്നാറിലേക്കാണ് നമ്മൾ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ബ്രേക്കിന് ശേഷം ഇപ്പം വീണ്ടും പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. സോ അപ്പം മൂന്നാറിലെ വിശേഷങ്ങൾ ഒരു 2 എപ്പിസോഡായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇറ്റ്സ് മീ ഡോണ്ട് ലെസ് ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ. സോ നമ്മൾ സ്ഥിരം പോണ റൂട്ടിൽ നിന്ന് സ്ഥിരം പോണ റൂട്ടിലോട്ടാണ് കയറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ സാധാരണ മൂന്നാർ പോകുന്ന സ്ഥിരം റൂട്ടെന്ന് വെച്ചാൽ അടൂരെന്ന് നേരെ മൂവാറ്റുപുഴ വഴി ആണ് പോകുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇടുക്കിക്ക് പോകുന്ന സ്ഥിരം റൂട്ടുണ്ടല്ലേ, നമ്മുടെ റാന്നി വഴിയുള്ള ആ റൂട്ട് വഴിയാണ് കയറിയിരിക്കുന്നത്. റാന്നി കാഞ്ഞിരപ്പള്ളി വഴിയുള്ള റൂട്ട്, മണിമല കാഞ്ഞിരപ്പള്ളി പാല വഴി തൊടുപുഴ വഴിയുള്ള റൂട്ടാണ്. മൂവാറ്റുപുഴ ടച്ച് ചെയ്യുന്നില്ല. മൂവാറ്റുപുഴ പോകണമെങ്കിൽ നമ്മൾ മറ്റേ കോട്ടയം വഴി തിരുവല്ല വഴി അങ്ങനെയാണ് പോകേണ്ടത്. ഇപ്രാവശ്യം മറ്റേത് സെയിം റൂട്ട് തന്നെയാണ്, ഇത് സെയിം റൂട്ട് തന്നെയാണ്. ഇത് നമ്മൾ ഇടുക്കി, നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള അതായത് ഞാൻ പോയിട്ടുള്ളത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ വ്ളോഗുള്ളത് ഇടുക്കിയാണ്. അപ്പം ഇടുക്കിയിലോട്ട് പോകുന്ന റൂട്ടിലോട്ട് തന്നെയാണ് നമ്മൾ കയറി വയ്ക്കുന്നത്. അതിരാവിലെ നമ്മൾ തിരിച്ചു. അപ്പോൾ പിന്നെ ഇരുട്ടായിട്ട് ഞാൻ വ്ളോഗ് എടുത്തില്ല. റാന്നി എത്തിയപ്പോൾ ഏകദേശം നേരം വെളുത്തു. അപ്പോഴത്തേക്കും നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മണിമല വഴിയാണ് വന്നത്. മണിമലയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ മണിമലയെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ അതൊരു പഞ്ചായത്താണ്, വില്ലേജാണ് നമ്മുടെ മണിമല എന്ന് പറയുന്നത്. മണിമല എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ ഹൈ റേഞ്ച് എന്ന് പറയുന്ന ഗുഡ്സൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഹബ്ബായിട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. കാരണം പണ്ട് നമ്മുടെ ബോട്ടൊക്കെ അവിടെ അടുക്കുമായിരുന്നു. അപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുള്ള ഇഷ്ടംപോലെ ബോട്ടുകൾ വന്ന് സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ റോഡ് വന്നതോടെ അതിൻ്റെ പ്രാധാന്യം പോയി. പിന്നെ അല്ലാതെ റോഡ് മാർഗം വഴിയുള്ള ചരക്ക് ഗതാഗതമാണ് പിന്നെ നടന്നത്. അങ്ങനെ ചരിത്രത്തിൽ സത്യം പറഞ്ഞാൽ മണിമലയ്ക്കൊരു വലിയൊരു നാഴിക കല്ല് തന്നെ ഉണ്ട് പറയാൻ. അത് കഴിഞ്ഞ് പാല എത്തി. പാല നിങ്ങൾക്കറിയാമല്ലോ, മീനച്ചിലാറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഒരു മേജർ ഹബ്ബാണ്. പിന്നെ എനിക്കവിടെ ഒരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് എപ്പോഴും ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് നമ്മുടെ പാല കുസിൻ. നിങ്ങൾക്കറിയാമല്ലോ പാലക്കാരുടെ ഫേമസ് കള്ളപ്പം, വെള്ളയപ്പം, ഒരു പാൻ കേക്ക് പോലത്തെ നമ്മുടെ അപ്പം പോലത്തെ ഒരു സാധനമാണല്ലോ അത്. അവിടുത്തെ ഫിഷ് മോളി, പിന്നെ ബീഫ് ഉലത്തിയത്, ഇതൊക്കെ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ തൊടുപുഴയും കഴിഞ്ഞിപ്പം കറൻറ്റ്ലി നമ്മൾ എത്തി നിൽക്കുന്നത് നേര്യമംഗലം എത്തി. നേര്യമംഗലം പാലം എത്താറായി. എത്തി. ഇതാണ് നമ്മുടെ മൂന്നാറിലേക്കുള്ള ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ പാലം സ്വർഗത്തിലേക്കുള്ള ഒരു കവാടമെന്നും പറയുന്നുണ്ട് ചിലർ, കാവ്യാത്മകമായിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുത്ത് തരികയാണ്. നേര്യമംഗലത്തിനും ഒരുപാട് ചരിത്രമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഈ നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. അതായത് ഞാൻ പത്തനംതിട്ട വഴി വന്ന് നേരെ കോട്ടയം കയറി, കോട്ടയത്തു നിന്ന് എറണാകുളം കയറി വീണ്ടും ഇടുക്കി കയറിയാണ്. നമ്മൾ ബോർഡർ വഴിയാണ് സത്യം പറഞ്ഞാൽ പോണത് എല്ലാം. അപ്പം നമ്മളിപ്പം നേര്യമംഗലം പാലം കഴിഞ്ഞു. നേര്യമംഗലം പാലത്തിന് ഒരുപാട് ചരിത്രമുണ്ട്. 1935 അത് നിലവിൽ വരുന്നത്. ഇടുക്കി എറണാകുളം തമ്മിൽ കണക്ട് ചെയ്തുള്ളൊരു ട്രേഡ് റൂട്ടാണ്
അപ്പം ഇത് പണ്ടേ ഉണ്ടായിരുന്നു ഒരു ട്രേഡ് റൂട്ട്, അതായത് റെയിൽവേയും റോപ്പ് വേയും ഒക്കെ ആയിരുന്നു ബ്രിട്ടീഷിൻ്റെ കാലത്ത്. 1924 മറ്റേ ഗ്രേറ്റ് ഫ്ലഡ് ഉണ്ടായില്ല 1999. അത് അവിടുത്തെ റെയിൽവേയും റോപ്പ് വേയും തകർത്തപ്പം സ്വാഭാവികമായിട്ട് അന്ന് പൂയംകുട്ടി വഴി മാൻകുളം വഴിയുള്ള റോഡായിരുന്നു, അതും ഡാമേജായി. അപ്പം കൊച്ചിയുമായിട്ട് നമ്മുടെ ട്രേഡ് റിലേഷൻഷിപ്പ് കട്ടായി. അപ്പം ഹൈ റേഞ്ചിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് എത്തിക്കണമല്ലോ, അതിന് പറ്റാതെയായി. അപ്പം അന്നത്തെ മഹാറാണി സേതുലക്ഷ്മി ബായിയാണ് പുതിയൊരു റോഡിന്, ആലുവ ടു മൂന്നാർ റോഡിന് ഒരു ഉത്തരവിട്ടത്. അപ്പം 1931 അത് ആ റോഡ് ഇനോഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ നേര്യമംഗലം ബ്രിഡ്ജ് സത്യം പറഞ്ഞാൽ ബിൽറ്റ് ചെയ്തത് ഏകദേശം 1924 1935 ഇടയ്ക്കാണ്. ഓപ്പൺ ചെയ്തത് മാർച്ച് 2 1935. അതായത് നമ്മുടെ ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ഈ നേര്യമംഗലം പാലം ഓപ്പൺ ചെയ്യണത്. പിന്നെ ഈ പാലം പണിതപ്പോഴും അവർ പലതും മുൻകണ്ടുകൊണ്ടാണ് ചെയ്തത്. പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴത്തെ പോലെയല്ല, നമുക്ക് ഭാവിയിലത്തേക്കുള്ളതും കൂടെ കണ്ടുകൊണ്ടാണ് ചെയ്തത്. കാരണം ഇനിയൊരു വലിയൊരു ഫ്ലഡ് വന്നാൽ ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് കൺസ്ട്രക്ഷൻ. ആ ഒരു രീതിക്കാണ് ആർക്ക് ഷേപ്പിൽ ആ പാലം, നിങ്ങൾക്കറിയാം നേര്യമംഗലം പാലം ആർക്ക് ഷേപ്പിലിരിക്കുന്നത്. ഈ ഒരു എത്ര വലിയ പ്രതിസന്ധി, അതായത് ക്ലൈമറ്റ് പരമായിട്ട്, കാലാവസ്ഥപരമായിട്ട് എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും അത് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് വെള്ളത്തിൻ്റെ എത്ര ശക്തിയായ വെള്ളം വന്നാൽ പോലും അത് പാലം വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു ആർക്കിടെക്ചറിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു പാലം ഈ റോഡ് വന്നതിന് ശേഷവും ഒരുപാട് പേര് താഴത്തെ, അതായത് ഹൈ റേഞ്ചിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ കൊച്ചിയിൽ നിന്നും ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ജോലി തേടിയും കൂടുതൽ അവസരങ്ങൾ മൂന്നാറിലോട്ട് വന്നു ഈ ഒരു റോഡ് കാരണം. അങ്ങനെ കുറേ പേര് ഇങ്ങോട്ട് മാറി താമസിച്ചു. ഈ പാലത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഏകദേശം വിട്ടെന്ന് പറയുന്നത് 4.9 മീറ്റർ, നീളമെന്ന് പറയുന്നത് 214 മീറ്ററുമാണ്. പിന്നെ നമ്മുടെ നേര്യമംഗലമാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ചിറാപ്പഞ്ചി ഓഫ് കേരള എന്നും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 15,000 പോപ്പുലേഷൻ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ മൂന്നാർ ചുരം കയറി തുടങ്ങി. ചുരം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ലൊരു ചുരമാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച്. ഞാൻ കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ഊട്ടി പോയിട്ടുണ്ട്, വയനാട് പോയിട്ടുണ്ട്, നമ്മുടെ മേഘമല, ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഏകദേശം ഒരുവിധം നമുക്കറിയാവുന്ന എല്ലാ ഡെസ്റ്റിനേഷനും, ഹൈ റേഞ്ച് ഡെസ്റ്റിനേഷനും കയറിയിട്ടുണ്ട്. അതിലെനിക്ക് കുറച്ചധികം ബ്യൂട്ടിഫുള്ളായിട്ട്, ബാക്കിയുള്ളത് മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ചധികം ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയത് മൂന്നാറാണ്. പിന്നെ അതിൻ്റേതായൊരു ഭംഗിയും ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഒരു റോങ് ടൈം ആണെന്ന് തോന്നുന്നു. കാരണം വെയിലുണ്ട്, ചൂടാണ്, തണുപ്പ് അധികം ഇല്ല. ഇവിടെ മഴക്കാലത്ത് വന്നാലാണ്, പക്ഷെ മഴക്കാലത്ത് ഡ്രൈവിംഗ് ഇത്ര സുഗമമായിരിക്കില്ല. ഡ്രൈവിംഗ് എൻജോയ് ചെയ്യണമെങ്കിൽ സമ്മറിൽ വരിക. പക്ഷേ ക്ലൈമറ്റ് സ്ഥലവും എൻജോയ് ചെയ്യണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മൺസൂൺ ടൈമിൽ തന്നെ വരിക. കോടയൊക്കെ കാണും, പക്ഷേ അപ്പോൾ സ്ഥലം വിസിബിലിറ്റി കുറവായിരിക്കും, ബാക്ക്ഗ്രൗണ്ടൊക്കെ വിസിബിലിറ്റി കുറവായിരിക്കും. അപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ മൂന്നാറിൽ 2 ടൈമിലും വരണം. ഞാൻ 2 ടൈമിലും വരും. സത്യം പറയുന്നത് എറണാകുളത്ത് താമസിക്കുന്നവർക്ക് എളുപ്പമാണ്. നമുക്ക് തിരുവനന്തപുരത്തുകാർ പൊന്മുടി പോകും പോലെയാണ് അവർ ചായ കുടിക്കാനായിട്ടൊക്കെ മൂന്നാർ വരുന്നത് വീക്കെൻഡിലൊക്കെ. പ്രത്യേകിച്ച് ഈ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യണ കുറേ പേര് വീക്കെൻഡിലൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ മൂന്നാർ എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷൻ ടൗണാണ്. സത്യം പറഞ്ഞാൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, കടൽ നിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, അതായത് നമ്മുടെ അഗസ്ത്യർകൂടം തൊട്ട് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഇങ്ങറ്റം വരെ നീണ്ടിരിക്കുന്ന വെസ്റ്റേൺ ഗട്ട്സിൽ ഉൾപ്പെടുന്ന ഒരു മലനിരയാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. മൂന്നാറിനെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കാശ്മീർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു പോപ്പുലർ ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ആരെങ്കിലും ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും മൂന്നാർ അല്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ കൊടൈക്കനാൽ, ഊട്ടി. അതിൽ മൂന്നാർ തന്നെ ആയിരിക്കും ഏറ്റവും എല്ലാവർക്കും റീച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ഥലവും. അപ്പം മൂന്നാർ അത്രയും ഫേമസ് ആവാനും ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആവാനും കുറേ റിസോർട്ടുകൾ, 5 സ്റ്റാർ റിസോർട്ടുകൾ, നമ്മൾ താമസിക്കുന്നത് ഒരു 5 സ്റ്റാർ റിസോർട്ടിലാണ്. അതിൻ്റെ വിശേഷങ്ങളും പറയാം. അപ്പം
അത് കാരണം മൂന്നാർ അത്രയും ഫേമസ് ആവാൻ കാരണം അതുകൊണ്ടാണ്, ഒരു പോപ്പുലാരിറ്റി ആളുകൾക്കിടയിലുള്ള. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ റോങ് ടൈമിലാണ് വന്നതെന്ന്. ഇത് നമ്മുടെ ചീയാപ്പാറ വാട്ടർഫോളാണ്. ഇതിൻ്റെ അവസ്ഥ കണ്ട, ഒരു വെള്ളം പോലും, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ആണ് ഞാൻ പറഞ്ഞ റോങ് ടൈമായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഇനിയും വരുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ 2 വെതറും എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ അതിൻ്റേതായ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞത് നമ്മളിപ്പോൾ അടിമാലി റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിമാലിയും ഒരു ടൗണാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ മൂന്നാറിന് തൊട്ടിപ്പുറം ഇരിക്കുന്ന ഒരു സ്ഥലം. സത്യം പറഞ്ഞ ഒരു ഹബ്ബാണ്. സത്യം പറഞ്ഞാൽ മൂന്നാറിനേക്കാളും കുറച്ചുകൂടെ ബേസിക് ഫെസിലിറ്റീസ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത്രയും നല്ല റോഡും ഒക്കെ ഉള്ള കുറച്ചുകൂടെ നല്ല ബേസിക് ഹബ്ബ് പോലെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേ 49 അതായത് NH-85 സ്ഥിതി ചെയ്യുന്നത്, കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേയിൽ. പിന്നെ ഒരു ഡാമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, പൊന്മുടി ഡാം എന്ന് പറഞ്ഞാൽ 1963 നിർമ്മിക്കപ്പെട്ടത്. പിന്നെ നമ്മുടെ ഫേമസ് വാളറ വാട്ടർഫോൾസൊക്കെ അവിടെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ അടിമാലി മുമ്പ് അറിയപ്പെട്ടിരുന്നത് മന്നം കണ്ടോ എന്ന് പറയുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ മന്ന ഒരു ട്രൈബ്, അവർ ആദിവാസി ട്രൈബ് ഉണ്ടായിരുന്നു. അവർ കൂടുതൽ വസിച്ചിരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നത് പണ്ട്. ഏകദേശം 43,000 പോപ്പുലേഷൻ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. അപ്പം അതും കടന്ന് നമ്മൾ വീണ്ടും പോവുകയാണ്. അടിമാലി എത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി സത്യം പറഞ്ഞാൽ റിസോർട്ടിൻ്റെ അങ്ങോട്ട് എത്താറായി. ഈ റോഡാണ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്. ഞാൻ കുറേ വളവള അടിച്ച് സമയം കളയാണ്, പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത് ഈ ഒരു വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് കാട്ടി കയറും പോലെ കയറിയിട്ട് പിന്നെ ഒരു ജംഗ്ഷനിലോട്ട് കയറും പോലെ, ജംഗ്ഷനല്ല, ചെറിയൊരു ടൗൺ, ചെറിയൊരു വില്ലേജ് പോലെ, കുറച്ച് ബേസിക് ഫെസിലിറ്റി ഉള്ള സ്ഥലം പോലെ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതാ നമ്മുടെ റിസോർട്ട് എത്തി. മൂന്നാറിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഈ റിസോർട്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഞാനിത് എൻ്റെ 3ാമത്തെ തവണയാണ്. എനിക്ക് ഇവിടുത്തെ സർവീസൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട് തന്നെ ആയിരിക്കും. ഞാൻ പറയുന്നില്ല, നിങ്ങളിപ്പം കാണുമല്ലോ അത് ഇറങ്ങിപ്പോകുമ്പം, അപ്പം മനസ്സിലാവും. അതെ, നമ്മുടെ പറക്കാട്ട് നേച്ചർ റിസോർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു റിസോർട്ട് തന്നെ ഒരു സ്ഥലത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവുക എന്ന് പറഞ്ഞാലേ, കാണാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാടുണ്ട് ഈ റിസോർട്ടിനകത്ത്. നിങ്ങൾക്ക് ഞാൻ വീഡിയോസിലൂടെ പറഞ്ഞു തരാം. അപ്പം പിന്നെ ഇവിടെ നിന്ന ബാക്കിൽ അവർക്ക് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അടിപൊളി. വന്നിട്ടുള്ളതിൽ ഒരിക്കൽ പോലും എനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടില്ല. അത്രയും നല്ല സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും നമ്മൾ മൂന്നാർ ഇപ്പോൾ വന്നാലും വേറൊരു ഓപ്ഷനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല പറക്കാട്ടല്ലാതെ. കാരണം അത്രയും നല്ല നമുക്ക് വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് എത്തിയ ശേഷം നമ്മൾ പറക്കാട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ വേറെ ഒരിടവും കാണാനോ ഒന്നും പോയില്ല. അപ്പം അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് DJയും പിന്നെ റൂമിൻ്റെ വിഷ്വലും. രാവിലെ ഇങ്ങേറ്റത്തെ ഏറ്റവും ലാസ്റ്റ് സ്ലൈഡ് നമ്മൾ രാവിലെ എണീറ്റപ്പോൾ ഉള്ള വിഷ്വലാണ്. അങ്ങനെ 3 തരം വിഷ്വലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ താഴത്തെ അവരുടെ ഒരു കേവ് റൂമൊക്കെ കൊണ്ട് കാണിച്ചു തരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ ഫുൾ അവിടെ തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊരു അടിപൊളി സാധനമാണ്. അതും ഞാൻ ഇപ്പോൾ ഓറിലേക്ക് ആഡ് ചെയ്യാം. അവരുടെ ഒരു ബൊഫേ സിസ്റ്റമാണ്. പക്ഷേ ഇത്രയും വലിയൊരു ബൊഫേ സിസ്റ്റം ഞാൻ ഒരു കല്യാണത്തിന് വേറെ ഒന്നിനും കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും നല്ല ഫുഡായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പറക്കാട്ട് അവരുടെ സർവീസ് അത്രയും എനിക്ക് ഒന്നും പറയില്ല. ഭയങ്കര ഹൈ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡുമാണ് ഹൈലി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് വീണ്ടും മൂന്നാർ ടൗണിലോട്ട്, സത്യം പറഞ്ഞാൽ മൂന്നാർ ടൗണിലോട്ട് പോണത് ഇന്ന് തന്നെയാണ്. നമ്മൾ ഈ ഇതിരിക്കുന്നത് പള്ളിവാസൽ സൈഡിലാണ്. അതായത് പറക്കാട്ടിരിക്കുന്നത് പള്ളിവാസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടായ സ്ഥലമാണ്. അതും ഒരു ടൗൺ തന്നെയാണ്. അപ്പം അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയൊക്കെയാണ്. എന്നിട്ട് മൂന്നാർ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള പ്ലാൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാർ ടൗണിൽ തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ട്. അത് ഹൈ ബഡ്ജറ്റ് ഒന്നുമല്ല, ലോ ബഡ്ജറ്റാണ്. നമ്മൾ ഒരു ദിവസം ലക്ഷറി ആയിട്ട് സ്റ്റേ ചെയ്തോളൂ.
നമുക്ക് കുറച്ച് ലക്ഷറി വിട്ടുള്ള സ്റ്റേ നോക്കാം അത് വിചാരിച്ച് നമ്മൾ ഇന്നലെ മൂന്നാർ ടൗണിൽ കഴിക്കാൻ പോയിരുന്നു ഫുഡ് രാത്രി ഡിന്നർ പറക്കാട്ടിൽ നിന്നല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു റൂം അഡ്വാൻസ് കൊടുത്ത് സെറ്റ് ചെയ്ത് അപ്പോൾ അവിടെ പോയി ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന് മറയൂർ പോവുകയാണ്. അപ്പം മറയൂർ പോണത് എന്തായാലും അടുത്ത എപ്പിസോഡാണ്. കാരണം വീണ്ടും ഒരു 15 മിനിറ്റായി, മൊത്തം 30 മിനിറ്റായി, ഓരോട് ലെന്തായിപ്പോൾ. അപ്പം മൂന്നാർ വരെ എത്തുന്നതും പറക്കാട്ടിലെ വിശേഷങ്ങളുമാണ് നിങ്ങൾ ഈ വ്ളോഗിൽ കണ്ടത്. അടുത്ത് മറയൂർ സെക്കൻഡ് എപ്പിസോഡ്, മറയൂരും ഗ്യാപ്പ് റോഡും കൂടെ ഒരു എപ്പിസോഡായിരിക്കും. നമ്മൾ മൊത്തം 3 ദിവസമാണ് ഇവിടെ നിന്നത്. അതിൽ 3ാമത്തെ ദിവസം വേറെ അധികമൊന്നും കണ്ടില്ല, വെറുതെ ഗ്യാപ്പ് റോഡ് പോയി കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ. അപ്പം ഒരു 2ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മറയൂരിൻ്റെ ശർക്കര ഫാക്ടറി അങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ. സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഇറ്റ്സ് മീ ഡോണ്ട് ലെസ്. സീ യു അഗൈൻ. Bye.